സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പോവുകയാണ് നമ്മൾ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരുടെ സംഗമം, ആശാ കേരളം വിജയപാതയിൽ മുന്നോട്ട് എന്ന ശീർഷകത്തിലാണ് പരിപാടി. വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വേതന വർധന പ്രഖ്യാപിച്ചതിന് വിജയാഘോഷം കൂടിയാണിത്. സുനിഷ അയല്ലൂർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ചേരുകയാണ്. സുനിഷ, ധാരാളം ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. സാംസ്കാരിക രംഗത്തു നിന്നൊക്കെ നമുക്ക് പ്രേംകുമാറിനെ അടക്കം ദൃശ്യങ്ങളിൽ കാണാനും കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചതാണ് ആശാ കേരളം എന്ന പേരിൽ വിജയാഘോഷം, വിജയ സംഗമം സംഘടിപ്പിക്കുമെന്ന്. ആരൊക്കെ എത്തിയിരിക്കുന്നു, എന്താണ് പരിപാടി? മധു, 266 ദിവസം നീണ്ട സമരത്തിന്റെ വിജയമായി 5000 രൂപ ഉയർത്തിയിരിക്കുന്നു. ആദ്യത്തെ സർക്കാർ 2000-ഉം ഇപ്പോൾ ഇതാ UDF സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ ക്യാബിനറ്റിൽ തന്നെ 3000 രൂപയും വർദ്ധിച്ച് അങ്ങനെ 5000 രൂപ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഓണറേറിയം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊരു വിജയത്തിന്റെ പാതയിലേക്കുള്ള രീതിയാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിജയ സംഗമം തന്നെ ആശാ വർക്കർമാർ നടത്തുന്നത്. കാണാൻ കഴിയും, സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരവധി ആശാ വർക്കർമാർ എത്തിയിട്ടുണ്ട്. ഇവരെ പിന്തുണച്ചുകൊണ്ട് സമരസമയത്തെത്തിയ ആളുകൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നടൻ പ്രേംകുമാർ ഉണ്ട്, NK പ്രേമചന്ദ്രൻ MP ഉണ്ട്, അങ്ങനെ ആളുകളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. MLA മാർ ഉൾപ്പെടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ്. അതിനുശേഷം ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് അറിയിക്കുകയും ചെയ്യുന്നത്. ഇവർ പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ 266 ദിവസവും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ പരിപാടികളായി വിവിധ സമര രീതികളുമായി ഇവരെ കണ്ടതാണ്. ഇതിലേറെ ആളുകൾ ഇങ്ങനെ മഹാസംഗമ വേദികളിലെല്ലാം എത്തിയിട്ടുമുള്ളതാണ്. പക്ഷേ അതിന്റെ എല്ലാം ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊരു വിജയ സംഗമമായി മാറുമ്പോൾ കൂടുതൽ ആളുകൾ, കൂടുതൽ ആശാപ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രവർത്തകരെല്ലാം ഇവിടേക്ക് എത്തുന്നുണ്ട്. നേരത്തെ ഇവിടെ പ്രതിഷേധ കഞ്ഞിയൊക്കെ ആയിരുന്നു കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടെ പായസം വെച്ചൊക്കെയാണ് ആഘോഷമാക്കുന്നത് ആശാപ്രവർത്തകർ എന്നുള്ളതാണ്. ഇവിടെ പായസം വെച്ചും ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ ഒരു പക്ഷേ കാണാം, സേമിയ പായസം ഉണ്ടാക്കുന്ന തിരക്കിലാണ് കുറച്ച് ആശാപ്രവർത്തകർ എന്നുള്ളതാണ്. അങ്ങനെ വലിയ ആഘോഷം, വിജയമധുരം എന്നാണ് ആശാപ്രവർത്തകർ പറയുന്നത്. വിജയം പ്രഖ്യാപിക്കാൻ തന്നെ, ആഘോഷിക്കാൻ വേണ്ടി തന്നെയാണ് ആശാ കേരളം വിജയപാതയിൽ എന്ന ശീർഷകത്തിൽ ഈ മഹാസംഗമം അവർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് 250 ദിവസത്തിലകം സമരമിരുന്ന ഇടത്ത് വിജയം ആഘോഷിക്കുകയാണ് ആശാപ്രവർത്തകർ.